ഇതാണ് തിളമീൻ. ഈ തിളമീൻ ഇട്ടിട്ട് ഇന്ന് നമ്മളൊരു പുതിയ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് തിളമീൻ തിളപ്പിച്ചത്. മീൻ നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മൺചട്ടിയിൽ ഇടാം. എന്നിട്ട് അതിലേക്ക് നല്ല എരിവുള്ള ഒരു 4 പച്ചമുളക്, ഒരു 2 വലിയ തക്കാളി അതിലേക്ക് ഇടാം. നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. വേവാൻ പാകത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കല്ലുപ്പ് ഇടാം. ഒരു പാകത്തിനുള്ള ഉപ്പ് ഇട്ടോളൂ. നമ്മൾ കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്പൂണ് കല്ലുപ്പ് ഇട്ടത് കേട്ടോ. ഒരൽപ്പം മഞ്ഞപ്പൊടി ഇടാം. അതിങ്ങനെ വെളുത്തോണ്ടിരിക്കണ മഞ്ഞപ്പൊടി ഇടുമ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇനി മാത്രം കുറച്ച് മഞ്ഞപ്പൊടി അതിലേക്ക് ഇടാം. നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ തക്കാളിയും മീനും എല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വേവാൻ ഉള്ളൊരു സമയം കൂടെ വേണം. അതൊന്ന് നല്ല തിളച്ച് വെന്താൽ നമുക്ക് ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മുളകും ഉണക്കമീനും തക്കാളിയും എല്ലാം നല്ല വെന്ത് ചേർന്നു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ലേശം മതി കേട്ടോ, തോനെയൊന്നും വേണ്ട. ഇത്തിരി വേണ്ടോ, ഇതുപോലെ കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടെല്ലാം കൂടി ഒന്നും കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് അത്ര മതി. പിന്നെ തീ ഓഫാക്കിയിട്ട് നമുക്ക് ചോറൊക്കെ കൂട്ടാം. അതിലുള്ള ഈ പച്ചമുളകൊക്കെ കടിച്ച് തിന്നാൻ നല്ല രസാട്ടോ. ഞങ്ങളുടെ അടുത്തുള്ള താത്തയ്ക്ക് ഇങ്ങനത്തെ ഈ കറി ഉണ്ടാക്കി അപ്പം താത്ത പറയും എനിക്കും വേണം കേട്ടോ എന്ന് പറയും. ആ താത്തക്കും ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. ഞങ്ങൾ ഉണക്കമീനാന്ന് വെച്ചിട്ട് അങ്ങനെ വിചാരിക്കാൻ കേട്ടോ, കറി നല്ല ടേസ്റ്റ് ഉള്ള. എല്ലാവരും ഒന്നും ഉണ്ടാക്കി നമ്മള് ചോറും കൂട്ടി നമ്മൾ ഉണക്കൽമീൻ തിളപ്പിച്ചത് കൂട്ടുകയാണ്. എല്ലാരും പോരി ഇന്ന് നമുക്ക് ഉണക്കലീൻ തിളപ്പിച്ചോ ചോറും തിന്നാ.